പുത്തഞ്ചിറ കോവിലകത്ത് കുന്നിൽ പാടത്തിന് സമീപമുള്ള ചാലിൽ നിന്ന് 130 കിലോ കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ എക്സൈസ് സംഘം കണ്ടെത്തി. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഏകദേശം 50 ലക്ഷം രൂപ വില വരുന്ന കഞ്ചാവാണ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. മാള എക്സൈസ് റേഞ്ച് ഓഫീസും തൃശൂർ എക്സൈസ് ഇന്റലിജൻസും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് വൻ മയക്കുമരുന്ന് വേട്ട നടന്നത്. 6 ചാക്കുകളിലാക്കി ഒളിപ്പിച്ച നിലയിലായിരുന്ന കഞ്ചാവാണ് കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് മാള എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ജയചന്ദ്രൻ അറിയിച്ചു. അതായത് ഞാൻ മാള റേഞ്ച് പാർട്ടിയും അതിന് എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ പാർട്ടിയും കൂടി സംയുക്തമായിട്ടാണ് റെയ്ഡ് നടത്തി വരുവേ. ഒരു ഇൻഫർമേഷൻ കിട്ടിയതനുസരിച്ച് ഈ തോട്ടിൽ കുറേ ചാക്കിട്ട് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയായിട്ട് പറഞ്ഞു. അതിനനുസരിച്ച് ഞങ്ങളവിടെ പോയി സംഭവ സ്ഥലത്ത് പരിശോധിച്ചപ്പോൾ 6 ചാക്കുകളിലെ 130 കിലോയോളം കഞ്ചാവ് കണ്ടെത്തി. ഇത് നേരത്തെ കൂടി ഇവിടെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയായിരുന്നു. പക്ഷേ എക്സൈസിൻ്റെ എല്ലാ ശക്തമായ ഇടപെടൽ കാരണം ഇത് അവർക്ക് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിങ്ങനെ ഞങ്ങളിപ്പോൾ പിടികൂടിയിരിക്കുന്നത്. പ്രതികളെക്കുറിച്ച് ഞങ്ങൾ വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ഉടൻ തന്നെ ഞങ്ങൾ പിടികൂടുന്നതായിരിക്കും. ഇൻസ്പെക്ടർ സി ജയചന്ദ്രന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഗ്രേഡ് ബിനോയ് PB, ഇന്റലിജൻസ് ബ്യൂറോ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഗ്രേഡ് PV ബെന്നി, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഗ്രേഡ് ദേവദാസ് CK, പ്രിവന്റ് ഓഫീസർ ഗ്രേഡ് ജീവേഷ് MP, സിവിൽ എക്സൈസ് ഓഫീസർ മുഹമ്മദ് റിസ്വാൻ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് കഞ്ചാവ് കണ്ടെത്തിയത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു. ഇലക്ഷൻ സമയത്ത് എക്സൈസിന്റെ കർശന പരിശോധന ഉണ്ടായതിനാൽ കഞ്ചാവ് വിൽപ്പന നടത്താൻ പ്രതികൾക്ക് സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇത് ഒളിപ്പിച്ചിരുന്നതെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിഗമനം. മീഡിയ ടൈം, മാള.